ഇപ്പം ഞാൻ ഞങ്ങളുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്, MAA. അതിൻ്റെ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഞാൻ. ആ ടീം ഉണ്ടാക്കിയതും ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന ക്രിക്കറ്റ് വില്ലേജ് അവിടുത്തെ സുയി അവർ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ടീം ഞാൻ ഉണ്ടാക്കുന്നത്. സുയി തന്നെ, ക്രിക്കറ്റ് വില്ലേജിലെ സുയി തന്നെയാണ് ഞങ്ങളുടെ കോച്ച്. അങ്ങനെ ടീം ഉണ്ടാക്കി ഫസ്റ്റ് 2 ആഴ്ച കൊണ്ട് ഞാൻ ടീം സെറ്റപ്പ് ചെയ്ത് ജേഴ്സി അടിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് പ്രേം നസീർ കപ്പ് ടൂർണമെൻറ്റ്, ബാക്കി എല്ലാവരും ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസ് അവരൊക്കെ വർഷങ്ങളായിട്ട് കളിക്കണം. ഞങ്ങൾ ഫസ്റ്റ് കളിക്കണം അവിടെയാണ്. ആ കളി ഞങ്ങൾ ഫൈനലിലാണ് തോറ്റത്. ഫൈനലിൽ കയറി ബാക്കിയുള്ള അതിന് മുമ്പുള്ള ടീമിനെയൊക്കെ ഞങ്ങൾ തോപ്പിച്ച് ഫൈനലിൽ വന്ന് ഫൈനലിൽ ഞങ്ങൾ ചെറിയൊരു മാർജിനിൽ തോറ്റു. പിറ്റേ അതിൻ്റെ അടുത്ത ആഴ്ച തന്നെ ഓൺലൈനിൻ്റെ ഒരു കപ്പുണ്ടായിരുന്നു, ട്രോഫി. അവിടെയും അതുപോലെ തന്നെ കളിച്ച് ഫൈനലിൽ ഞങ്ങൾ തോറ്റു. ഇനി അടുത്ത കളി ഫൈനലിൽ ഞങ്ങൾ ജയിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ പ്രാക്ടീസ് ഈ മിമിക്രിക്കാരിൽ കൂടുതലും ഇപ്പോൾ ഈ അടുത്ത് വരെ അറ്റാക്ക് വന്നും ഇങ്ങനെയൊക്കെ മരിക്കുന്നവരാണ്. കാരണം ഈ തട്ടുകട ഭക്ഷണവും വീട്ടിൽ വന്ന് കിടന്നുറക്കം, സമയത്തല്ലാത്ത ഉറക്കവും സമയത്തല്ലാത്ത ഭക്ഷണവും അങ്ങനെയൊക്കെ കഴിച്ച് മൊത്തം ബോഡി വീക്കായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ വാംപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഇത്ര സംസാരിച്ചാൽ എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ഒരു ഷൂട്ടിൽ ലാലേട്ടൻ പുലിമുരുകനിൽ ചെയ്ത പോലെ കറങ്ങി ഒരാളെ മറിക്കണമില്ലേ, അത് ഇന്നലെ ഞാൻ ചെയ്തൊരു ഷൂട്ടിന്. കാരണം നേരത്തെ എനിക്ക് അനങ്ങാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അത്രയും വാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സർസൈസാണ്. ഒരു പരിധി വരെ നമ്മുടെ ബോഡി നല്ല ലെവലിൽ നിൽക്കുകയും ചെയ്യും ക്രിക്കറ്റ് കൊണ്ട് തന്നെ. മലയാള സിനിമ പിന്നെയും ഉയരങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഈ പറഞ്ഞ ആ ഒരു സ്റ്റാർ വാല്യൂ ഒന്നുമില്ലാത്ത പടങ്ങൾ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ തിരക്കഥ തന്നെയാണ് അതിനകത്ത് മെയിൻ. ആൾക്കാർ ഇപ്പോൾ എന്ത് പ്രതീക്ഷിച്ചാണ് ഓഡിയൻസ് വന്നത് അത് അവർക്ക് കിട്ടണമെങ്കിൽ ആ പടം ഒരു ഹിറ്റാക്കിയിരിക്കും, ഓഡിയൻസ് തന്നെ ഹിറ്റാക്കിയിരിക്കും. പണ്ടൊക്കെ എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചും ഈ സിനിമയ്ക്ക് 50 പോസ്റ്ററാണെങ്കിൽ മറ്റേ സിനിമയ്ക്ക് 100 പോസ്റ്റർ ഒട്ടിച്ചാൽ 100 പോസ്റ്റർ ഒട്ടിച്ച സിനിമ ഇപ്പോൾ വിജയിക്കില്ല. മൗത്ത് പബ്ലിസിറ്റിയാണ്. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഓഡിയൻസിൻ്റെ അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടം ഹിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കം അത്. മുമ്പോട്ടുള്ള മലയാള സിനിമയുടെ നല്ലൊരു മാറ്റത്തിനുള്ള തുടക്കമാണ്. ഈ ഇപ്പോൾ ബാഹുബലി പോലുള്ള വലിയ ചിത്രങ്ങളൊന്നും വലിയ ബഡ്ജറ്റിൽ വന്ന് പണം വാരിക്കൊണ്ട് ഇവിടെ ഞങ്ങൾ പോകും. അതുപോലെ അതൊന്നും അതിനൊക്കെ കവർ ചെയ്യുന്ന പടങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കൊച്ചു പടങ്ങളെയും ഇഷ്ടപ്പെട്ടു തുടങ്ങി ജനങ്ങളെന്നല്ല യൂത്ത് ഇഷ്ടപ്പെട്ടാലേ നമ്മൾ ഇനി മുമ്പോട്ടുള്ളൂ. എല്ലാം ഈ ഇൻ്റർനെറ്റും ഇതുമായിട്ട് കൊണ്ട് വേറെ പഴയ രീതിയിലുള്ള ഒപ്പിച്ചു പോകലോ ഒന്നും നടക്കില്ല. പടമാണോ അത് തിരക്കഥ നന്നായിരിക്കണം. ഫ്രെയിം വരെ നോക്കുന്ന ആൾക്കാരുണ്ട്, ആ ഷോർട്സുകൾ നോക്കുന്ന ആൾക്കാർ സാധാരണ ഓഡിയൻസാണ്. ആ ഷോട്ട് ശരിയല്ല എന്ന് പറഞ്ഞു അങ്ങനത്തെ ആ ലെവലിലെത്തി ഓഡിയൻസിൻ്റെ മൈൻഡ് മാറി. ഞാൻ ഈ കഥാപാത്രം ചെയ്യുള്ളൂ. കാരണം ഞാനൊരു ഇതിനു വേണ്ടി പറഞ്ഞല്ലത്. ഇപ്പം ഷൂട്ട് ചെയ്തിട്ട് ഇത് ടെലികാസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പണത്തിനോട് താല്പര്യമില്ല, പ്രശസ്തിയോട് താല്പര്യമില്ല, ക്യാരക്ടറിനോട് താല്പര്യമുള്ളതെന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. ഞാനൊരു 1-2 പടം കളഞ്ഞിട്ടാണ് ഈ കല്ല് പെൻസിൽ എന്ന് പറഞ്ഞ പടം ഷൂട്ടിന് ഞാൻ ചെല്ലുന്നത്. അവിടെ നിന്ന് ഞാൻ ഈ 10-30 ദിവസം ഷൂട്ട് ചെയ്തിട്ട് 10 പൈസ മേടിക്കാതെ എൻ്റെ വണ്ടിക്ക് പോയി ഞാൻ ഷൂട്ട് കഴിഞ്ഞ് പോകുന്നു. അങ്ങനെയല്ല കഴിഞ്ഞിട്ട് അവിടെ താമസിക്കാൻ ആ ഹോട്ടൽ റെൻറ്റ് വരെ ഞാൻ കൊടുത്തിട്ട് ഞാൻ താമസിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്യാരക്ടർ തന്നെ മുഖ്യം. പൈസ വരും, അത് നമ്മൾ അതിൻ്റെ പുറകെ ഓടണ്ട. നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് വന്നോളൂ. പുറകിലോട്ടല്ല, സിനിമയിൽ നിന്നുകൊണ്ട് തന്നെ പുറകെ വയ്ക്കാൻ താല്പര്യമുണ്ട്. കാരണം ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 15 വർഷത്തിന് ശേഷം ഒരു വീടൊക്കെ വെച്ച് അത്യാവശ്യം ഒന്ന് ഇതായി, ഇനി ആ ലോണ് കറക്റ്റായിട്ട് അടച്ചടച്ച് പോകണം. അപ്പോൾ സിനിമയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഞാനിപ്പോൾ പടം ത്രൂ ഔട്ട് കഴിഞ്ഞു, വർക്ക് കഴിഞ്ഞു. അത് ഓഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി ഷൂട്ട് ചെയ്യും. അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. അത് ഞാനും ഒരു പട്ടിയും മാത്രമുള്ളൊരു പടമാവും. ഒരു 15 മിനിറ്റോളം കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പടം ഫുള്ള് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പടം. കല്ല് പെൻസിലെന്ന് പറഞ്ഞാൽ ഈ സിനിമ നമ്മൾ മക്കളുള്ളവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. നമ്മളുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്ത് പകുതിയാക്കിക്കൊണ്ട് കളയുമ്പോഴും ആ പകുതി ഭക്ഷണം പോലും കിട്ടാത്ത ഒത്തിരി മക്കൾ വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വഴി നടന്നാലേ നമുക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് നമ്മളുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഇതന്വേഷിച്ച് നടക്കാനോ ഇതിൻ്റെ പുറകെ നടക്കാനോ ഒരിക്കലും പറ്റില്ല. അതും അറിയാം. എന്നാലും ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ തിയേറ്ററിൽ നിന്ന് വീട്ടിലെത്തുന്നതിന് മുമ്പെങ്കിലും ഒരാളെങ്കിലും വഴിയിൽ നമ്മൾ കണ്ടിരിക്കും. അങ്ങനെ ഒരു കുട്ടിയോ ഒരാളോ പോലും ഇല്ലാത്ത ഒരു നാടായി തീരണം നമ്മുടെ നാട്. നമ്മൾ ആരുമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവരുത്. അതിനുവേണ്ടി നമ്മളും കൂടി കുറച്ച് പ്രയത്നിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണിത്. ഇത്രയും 10-36 കുഞ്ഞുങ്ങളും ഞാനും കൂടി അഭിനയിച്ചേക്കുന്ന ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ
ഈ കുഞ്ഞുങ്ങളുടെ അച്ഛന്മാർ പൈസ ഇട്ട് അവിടെ കിടന്ന് പണിയെടുത്ത് അങ്ങനെ ഉണ്ടാക്കിയൊരു സിനിമയാണ്. ഇത് തിയേറ്ററിൽ എത്തിക്കുന്നതും ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനി മുമ്പോട്ട് നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പടം, അത് 35 ദിവസത്തോളം കുട്ടികൾ പഠിക്കാനും പോവാതെ നിന്ന് വർക്ക് ചെയ്ത പടമാണ്. അപ്പോൾ എന്തായാലും ഈ ഞാൻ ചെയ്ത സ്കിറ്റുകളും എല്ലാം കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് ഞാനാക്കി എന്നെ ഇപ്പോൾ ഈ നിലയിലിരുത്തിയ നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ, ഈ പടം കാണണം, തീർച്ചയായിട്ടും കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.